उधर वो फिर इधर से कैंप खत्म होने के बाद उधर हम ये लोग नहीं जाएगा। क्यों? मतलब वो घर नहीं है, वो आसपास लोग नहीं है, इनका रिलेटिव्स ऑलमोस्ट 80% गया, कोई भी नहीं है। और उधर एक स्कूल है, स्कूल का टीचर है, डांस टीचर है, वो स्कूल भी नहीं है, पूरा गया। और देखेगा तो भी मालूम नहीं है वो कौन सा जगह मालूम नहीं है, नहीं है, तो वो लोग वापस नहीं जाएगा। अभी इधर से नया जगह नया लोग उधर जाएगा, उधर जाने का देखने का भी माइंड नहीं है, वही बोल रहा है। उधर जाएगा तो नीचे गिर जाएगा बोल रहे वो लोग। हम जैसे देख रहे थे कि बड़ा बड़ा पत्थर आके पड़ा है, बड़ा पत्थर है, 2-3 आदमी का उतना साइज का पत्थर आ रहा है ऊपर से नीचे। आप उनको पूछ सकते हैं कि ये देखने के बाद उनको कैसे लग रहा था, क्या लग रहा था? ഈ വലിയ കല്ലില്ലേ, അത് കാണുമ്പോ എന്താണ് മനസ്സിൽ വന്നത്? വലിയ കല്ല് കണ്ടിട്ടില്ല. നമ്മൾ കാണുമ്പോ മരുഭൂമിയാ, ഇത് പൊട്ടിയ സ്ഥലത്താണ് നമ്മളുള്ളത്. ആ സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കൈ കൊണ്ട് കാട്ടുന്നുണ്ടായിരുന്നു. ആ കുട്ടീനെ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് കാല് വെച്ചു. പക്ഷെ എന്റെ കാല് ഉള്ളിൽ പോകുന്നോണ്ട് നമ്മളെ കൂടെയുള്ള കുറെ യുവാക്കൾ പോയി. രണ്ട് കുട്ടികളെ രക്ഷിച്ചു, ഒരു ഉമ്മാനെ അവിടെ നിന്ന് രക്ഷിച്ചു മണ്ണിന്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇപ്പുറത്തുനിന്ന് നിലവിളി കേട്ടിട്ട് അവിടെ നിന്ന് നമ്മള് ഒരു താത്താനെയും അവരെ 2 മക്കളെ രക്ഷിച്ചു. ഒരു മോന്റെ കഴുത്തുകൂടെ കമ്പി കയറി കിടക്കായിരുന്നു, രക്ഷിക്കാൻ പറ്റൂല. അവരെ ഒരു ഡിസ്പെൻസറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ അതിനുള്ള ചികിത്സയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റൂല, ഫുൾ മണ്ണാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു പോവാണ്ട്, ആ വീട്ടിൽ നിന്ന് ഒരു മാക്സിയൊക്കെ എടുത്ത് അത് മാറ്റി കൊടുത്ത് അതിന്റെ ശേഷമാണ് എന്റെ ഫോൺ പിന്നെ റേഞ്ചിലേക്ക് അപ്പോഴാണ് വരുന്നത്. അതുവരെ ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണ് കട്ടായി പോകുന്നത് മേലോട്ട് ഓടുമ്പോൾ. പിന്നെ ഫോൺ റേഞ്ചിലേക്ക് വന്നപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീഡിയ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്റെ ഒരു ഉച്ചയോടുകൂടി എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയാണ്. എന്റെ മോള് പഠിക്കുന്ന കോട്ടയത്താണ്. അപ്പൊ അവളെ പ്രിൻസിപ്പളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാവൂല, എന്റെ മോളെ സേഫായിട്ട് നല്ലപോലെ വളർത്തണം നോക്കണം എന്ന് പറഞ്ഞ് ഫോൺ എന്റെ കട്ടായതാ. പിന്നെ ഞാന് എല്ലാ രക്ഷാപ്രവർത്തകരും എല്ലാരും വരുന്നിട്ടാണ് അവിടെ എത്തുന്നത്. ആ പോണ വഴിക്ക് എന്റെ ബ്രദറിന്റെ മക്കള് വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രദറിന്റെ വേറൊരു ബ്രദർ മേലെ വന്നിട്ട് മണ്ണിൽ ഇങ്ങനെ മാന്താണ് ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് എന്റെ ബ്രദറിന്റെ മോളതും വൈഫിന്റെയും ബോഡി കൈയിട്ട് മാന്തി അവർ കണ്ടുപിടിച്ചിട്ട് രക്ഷാപ്രവർത്തകർ കയറി വരുന്നുണ്ടായിരുന്നല്ലോ, അവരും കൂടി ആ ബോഡി കിട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്ന് പിന്നെ റോപ്പ് വഴിയൊക്കെയാണ് ഈ ക്യാമ്പിൽ ഇവിടെ എത്തിയത്. जो बोल रहा है वो पत्थर के बारे में मैं पूछा, बड़ा पत्थर के बारे में ये लोग बोल रहा है उस टाइम है ना, वो माइंड पूरा मीन्स आंख पे पूरा अंधेरा है, ओके कुछ नहीं दिखाई दे रहा है, तो बट कुछ और है, ऐसे सोच के पूरा लोग दौड़ रहा है, दौड़ के इधर उधर घूम के उधर वो लोग वेट कर रहा था। तो जाने के टाइम है ना बहुत लोग वो मिट्टी से वो जा रहा है, वो नीचे जा रहा है, तो 3-4 लोगों को ये लोग एस्केप करके वो लेके गया साथ पे। और एक आदमी का इधर से है ना वो स्टील का रोड है ना, इधर से उधर आके हो रहा था, तो इनको भी लेके गया और फर्स्ट एड मेडिसिन ऐसे सब करके इनको भी अभी जिंदा है वो। ये तो वो बोल रहा है सुबह होने के बाद देखने के टाइम है ना ये डेजर्ट है ना, डेजर्ट का जैसा है, उधर फॉरेस्ट नहीं है, कुछ भी नहीं है, घर भी कुछ भी नहीं है, डेजर्ट का जैसा है। क्या बोलना है क्या करना है इनको, ये लोगों को माइंड पे कुछ नहीं आ रहा है। ये तो सुबह इनका बड़ा भाई का वाइफ और बच्चा वो मिट्टी पे गया, तो सुबह आके वो ऑलमोस्ट जगह मालूम है ना, नहीं मिला, तो वो जगह मालूम है किधर से मिस हो गया, जगह मालूम था, उधर जाके इनका बड़ा ब्रदर ऐसे वो हाथ से मिट्टी निकाल के बाहर निकाला वो लोगों को, 2 लोगों को, छोटा बच्चा और इनका 3 लोगों को मिला मिट्टी के अंदर से, हाथ से वो मिट्टी निकाल के निकाला बाहर। वो इंसिडेंट है, वो लोग बोल रहे हैं माइंड पे भी कुछ नहीं आ रहा था, तो वो देखने के टाइम टोटली वो टूट गया, मन एवरीथिंग वो टूट गया, वही बोल रहे हैं। पूछ सकते हैं उनको कि अब फिर से वहीं जाएंगे, उस जगह पे जाएंगे जहाँ रहते थे, जहाँ उनका घर है मुंडाकाई, फिर से वो लौटेंगे मुंडाकाई? पूछेगा തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇനി ഈ ക്യാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോവോ, നിങ്ങൾ അവിടെ ജീവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ മുണ്ടക്കായും ഇല്ല, ചൂരൽമലയും ഇല്ല, നമ്മളെ ആൾക്കാരും ഇല്ല, നമുക്ക് ഉള്ളവർക്ക് വീടും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചൂരൽമല സ്കൂളിലത്തെ ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. ആ സ്കൂളിൽ ഇല്ല, ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. ഉള്ള കുടുംബങ്ങൾക്കാണെങ്കിൽ വീടും ഇല്ല. എങ്ങനെ പോവോ അങ്ങോട്ട്?
പോകുമെന്നാണ് ചോദിക്കുന്നത്. ഇനി എന്താവും നിങ്ങൾ? ഇനി പോകൂല, ഇനി സേഫ് ആയിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയേ പറ്റൂ. ये जो बोल रहा है उधर वो फिर इधर से कैंप खत्म होने के बाद उधर हम ये लोग नहीं जाएगा. क्यों? मतलब वो घर नहीं है, वो आसपास लोग नहीं है, इनका रिलेटिव्स ऑलमोस्ट 80% गया, कोई भी नहीं है. और उधर एक स्कूल है, स्कूल का टीचर है, डांस टीचर है, वो स्कूल भी नहीं है, पूरा गया. और देखेगा तो भी मालूम नहीं है वो कौन सा जगह मालूम नहीं है, नहीं है. तो वो लोग वापस नहीं जाएगा. अभी इधर से नया जगह नया लोग उधर जाएगा. उधर जाने का देखने का भी माइंड नहीं है, वही बोल रहा है. उधर जाएगा तो नीचे गिर जाएगा बोल रहे वो लोग. जेमिति आपण माने सुनुतले जे सेठी तांकर मुंडा काईरे थिबा तांकर घर तांको स्कूल जोठी से पिलांकु डांस शिक्षा देउथिले से सब किछि ध्वंस हो जायछि. आउ से आगामी दिन रे से जगह को जीवा पई भी इच्छा करूनांती. वायनाडरू कैमरा पर्सन प्रभात सिन्हा सह कपिलेंद्र प्रधान,